ആദിയിൽ ദൈവം എല്ലാം സൃഷ്ടിച്ചത് ആകാശം, ഭൂമി, നമ്മൾ അവനുമായുള്ള പൂർണ്ണ ബന്ധത്തിൽ ജീവിക്കാനാണ്. എന്നാൽ മനുഷ്യവർഗം അതിന്റേതായ വഴിക്ക് പോകാൻ തീരുമാനിച്ചു. പാപം എന്ന് വിളിക്കപ്പെടുന്ന ആ തിരഞ്ഞെടുപ്പ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിച്ചു. അത് ലോകത്തിലേക്ക് വേദനയും മരണവും വേർപിരിയലും കൊണ്ടുവന്നു. എന്നാൽ സ്നേഹത്തിലും കരുണയിലും സമ്പന്നനായ ദൈവം നമ്മെ ആ തകർച്ചയിൽ ഉപേക്ഷിച്ചില്ല. ഒരു രക്ഷകനെ അയക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. ആ രക്ഷകൻ യേശുവാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. അവൻ ഭൂമിയിലേക്ക് വന്നു, പൂർണ്ണവും പാപരഹിതവുമായ ജീവിതം നയിച്ചു, യഥാർത്ഥ സ്നേഹം എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ അവൻ നമുക്കുവേണ്ടി തന്റെ ജീവൻ നൽകി, നമ്മുടെ പാപങ്ങൾ അർഹിക്കുന്ന ശിക്ഷ ഏറ്റെടുക്കാൻ ഒരു കുരിശിൽ മരിച്ചു. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം പാപത്തെയും മരണത്തെയും കീഴടക്കി യേശു മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനം അർത്ഥമാക്കുന്നത് നമുക്ക് പുതിയ ജീവിതം, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കൽ, എന്നേക്കും പ്രത്യാശ എന്നിവ നേടാമെന്നാണ്. ഇപ്പോൾ നമ്മുടെ സ്വന്തം പരിശ്രമത്തിലൂടെയല്ല, യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ക്ഷമിക്കപ്പെടുന്നു, പുതുക്കപ്പെടുന്നു, നാം സൃഷ്ടിക്കപ്പെട്ട ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതാണ് സുവിശേഷം. അതൊരു നല്ല വാർത്തയാണ്. അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, നിങ്ങൾ ഉൾപ്പെടെ.